നിങ്ങളൊക്കെ അക്ഷമരായിരിക്കും. വിശേഷിച്ചും 2-3 ദിവസമായി നടന്നു വരുന്ന വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ഇവിടെ നടന്നത് എന്ന് ഇതിൻ്റെ സമാപനം അനുഭവിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഉപചാരപരമായി മാത്രം സംസാരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ വിളിച്ചറിയിക്കുന്നതാണ് നമ്മുടെ മത കലാലയങ്ങളിലുള്ള ഇത്തരം വേദികൾ. ഒരു പക്ഷേ മറ്റേത് കലാലയങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോഴും അവിടെ ഇല്ലാത്ത ചില പ്രത്യേകതകൾ നമ്മുടെ കലാസാഹിത്യ മത്സരങ്ങളിൽ ദൃശ്യമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ താല്പര്യം എന്ത്, ധർമ്മം എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിലടങ്ങിയിരിക്കുന്നുണ്ട്. കലയുടെ സാഹിത്യത്തിൻ്റെയൊക്കെ ധർമ്മം എന്താണ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതൊക്കെ ആസ്വദിക്കാനുള്ളതാണ്, വിനോദത്തിന് വേണ്ടിയുള്ളതാണ് എന്നൊക്കെയാണ്. വളരെ അപൂർവം ചില ശരിയുത്തരങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാതരം പ്രശ്നങ്ങളിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ് കലാസാഹിത്യം എന്ന് വിചാരിക്കുന്ന അത്യപൂർവം കാഴ്ചകൾ നമുക്കിടയിലുണ്ട്. എങ്കിൽ തന്നെയും അതെന്താണ്, അതെത്രമാത്രം സൃഷ്ടിപരമാണ് എന്നത് ആലോചിക്കേണ്ടത് തന്നെയാണ്. മേരി ഷെല്ലി അവർ പറയുന്നുണ്ട് കലയുടെ സാഹിത്യത്തിൻ്റെ താല്പര്യത്തെക്കുറിച്ച് എന്താണ്. നിലനിൽക്കുന്ന നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത പരിസരങ്ങളെ മികച്ച മറ്റൊരു പരിസരമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മറ്റൊരു പരിസരത്തേക്ക് നമ്മളെ പുനരാനയിക്കുക എന്നതാണ് കലയുടെ സാഹിത്യത്തിൻ്റെ ധർമ്മം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവ ലോകത്ത് നിന്ന് മറ്റൊരു മികച്ച ലോകത്തേക്കുള്ള ഒരു സാഹിത്യകാരിയുടെ അല്ലെങ്കിൽ സാഹിത്യകാരൻ്റെ, കലാകാരിയുടെ സർഗാത്മകമായ ഭാവനാത്മകമായ ഒരു പ്രയാണമാണ് എന്നും അതിലേക്ക് നമ്മളെ കൂടി പുനരാനയിക്കുകയാണ് എന്നുമാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിലും ഒരു ചോദ്യമുണ്ട്, അതേതാണ് അത്രയും മനോഹരമായ ഒരു ലോകം? അപ്പോൾ പുതിയ കാലത്തെ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവർ കാണിച്ചു തരുന്ന പുതിയ മികച്ച ലോകം അതിരില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകമാണ്. അതിരില്ലാത്ത സ്വാതന്ത്ര്യം, എല്ലാ തരത്തിലുമുള്ള സുഖം ആസ്വദിക്കുന്ന, എല്ലാറ്റിനും പരിധിയില്ലാത്ത സ്വാതന്ത്ര്യമുള്ള ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മുടെ ആക്ടിവിസ്റ്റുകൾ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കതിനെ ലിബറലിസം എന്നൊക്കെ പറയാം. സത്യത്തിൽ ഇതും നിഷേധപരമാണ്, നിർമ്മാണപരമല്ല. അപ്പം കലയുടെ സാഹിത്യത്തിൻ്റെ നിർമ്മാണപരത എന്താണ്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളെ സംബന്ധിച്ച്, സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് ജീവിതം നമുക്ക് ആസ്വദിക്കാനുള്ളതല്ല. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ഈ ജീവിതം എന്ന് പണ്ട് കവി പാടിയിട്ടുണ്ട്. ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് തന്നെയാണ്. അങ്ങനെ ആസ്വദിച്ച് തീർക്കുക എന്ന് പറയുന്നിടത്ത് ഒരു അരാഷ്ട്രീയതയുണ്ട്, സ്വാർത്ഥതയുണ്ട്. സ്വാർത്ഥത
അവനവൻ്റെ സുഖം, എൻ്റെ സുഖം ആസ്വദിക്കുക എന്നിടത്ത് അപരൻ്റെ സുഖമല്ല, സ്വന്തം സുഖം, എൻ്റെ സുഖം. എൻ്റെ സുഖത്തിന് വേണ്ടിയുള്ളതാണ് എൻ്റെ കയ്യിലുള്ളതെല്ലാം എന്ന് മാത്രമല്ല എൻ്റെ പരിസരത്തുള്ളതെല്ലാം എന്ന് വിചാരിക്കുന്ന സ്വാർത്ഥതയാണ്. അത് അരാഷ്ട്രീയതയാണ്. എന്താണ് രാഷ്ട്രീയം, എന്താണ് അരാഷ്ട്രീയത എന്ന് നമുക്കറിയാമല്ലോ. അവനവന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയെയാണ് അരാഷ്ട്രീയം എന്ന് പറയാൻ പറ്റുക. പുരാതന ഗ്രീക്കിലെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ആ നിഷേധികളായ, അല്ലെങ്കിൽ അവനവന് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ്, ആ സമൂഹത്തെ വിളിച്ചിരുന്ന പേരാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇഡിയറ്റ് എന്ന വാക്കിൻ്റെ, അതിൻ്റെ ഇഡിയോട്ട് എന്ന ആദിമ രൂപം. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ അരാഷ്ട്രീയത എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പം എന്താണ് കലയുടെ, സാഹിത്യത്തിൻ്റെ പുരോഗമനാത്മകത? ഇപ്പോൾ നമ്മുടെ ഇടയിലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ആളുകൾ എന്നൊക്കെ പറയുന്ന പുരോഗമനാത്മകത അല്ലട്ടോ ഞാൻ പറയണത്. അത് നിഷേധാത്മകമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് അതിരില്ലാത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യമാണ് പുതിയ കാലത്തെ ഈ ലിബറലിസത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആകെ ലിബറലിസം എന്നതുകൊണ്ട് നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ നിലനിൽക്കുന്ന എല്ലാ സദാചാര, നീതി, ധർമ്മബോധങ്ങളെയും അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെയും സുഖത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, അതിനുവേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രവണതയെയാണ്, ഈ ആലോചനയെയാണ് നമ്മൾ ലിബറലിസം എന്ന് വിളിക്കുന്നത്. അതേസമയം ഇസ്ലാമിൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, അവൻ്റെ കയ്യിലുള്ള എല്ലാ സിദ്ധികളെയും, ഏതു തരത്തിലുള്ള സിദ്ധികളാണെങ്കിലും അതിനെ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നതാണ്. സത്യത്തിൽ ആരാധന എന്ന് പറയണതിന് തന്നെ അതിന് കൊടുക്കാവുന്നൊരു നിർവചനം സത്യസന്ധവും ധാർമ്മികവും സർഗാത്മകവുമായ ഒരു വിശ്വാസിയുടെ ഇടപെടലിനെയാണ്, അല്ലെങ്കിൽ ആവിഷ്കാരത്തെയാണ് ആരാധന എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഞാൻ പറഞ്ഞത് സർഗാത്മകമായ ഒരു മനുഷ്യൻ്റെ ഇടപെടലാണ് ആരാധന. അത് സത്യസന്ധമായിരിക്കണം, ധാർമ്മികവുമായിരിക്കണം. ഇതാണ് നമ്മുടെ ഒരു വ്യത്യാസം. അതുകൊണ്ട് മേരി ഷെല്ലിയുടെ വാക്കിനെ കടമെടുത്തുകൊണ്ട് അതിനെ പൂരിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്ക് നിർമ്മിക്കാനുള്ള ലോകം ഏതാണ്? നമുക്ക് നിലനിൽക്കുന്ന, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിന്ന് കൂടുതൽ മികച്ച മറ്റൊരു ലോകത്തേക്ക് നമുക്കും ഈ സമൂഹത്തെ നയിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കാതലായ നമ്മുടെ വിചാരമാണ്. അത് ഏതാണ്? ആ ലോകം ഏതാണ്? ആ ലോകം തീർച്ചയായും നമുക്ക് വേണ്ടി മാത്രമുള്ള ലോകമല്ല. നമുക്ക് വേണ്ടി ഉള്ള ലോകത്തിന് പകരം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ലോകം. മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് ഈ ഭൂമിയിലെ എല്ലാതരം ജന്തുജാലങ്ങൾക്കും പരിസ്ഥിതിക്കും എല്ലാം വേണ്ടിയുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ ധാർമ്മികത എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. എന്താണ് ധാർമ്മികത എന്ന് ചോദിച്ചാൽ, നമ്മൾ വിശ്വാസപരമായി അതിന് നൽകുന്ന ഉത്തരം, നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നു എന്ന ബോധത്തോടു കൂടിയുള്ള നിഷ്കളങ്കവും സത്യസന്ധവുമായ പ്രവർത്തനം. ഇതാണ് ധാർമ്മികതയ്ക്ക് നമുക്ക് നൽകാവുന്ന മറ്റൊരു നിർവചനമാണ്. അത് അള്ളാഹുവിൻ്റെ സർവസൃഷ്ടികളോടുമുള്ള മനുഷ്യൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും അനുകമ്പാർഹമായ, ആർദ്രമായ, സ്നേഹനിലീനമായ ഇടപെടൽ എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉള്ളിലുള്ള സിദ്ധികൾ അത് അള്ളാഹുവിൻ്റെ വരദാനമാണ്. ഈ സിദ്ധികളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. എങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് അത് പ്രയോഗിക്കുന്നത്? എന്താണ് ഒരു വിശ്വാസിയുടെ, ഭൂമിയുടെ ധർമ്മം? നമ്മൾ ഇസ്ലാമിക പ്രബോധനമാണ് എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ, ഈ കലാവേദിയുടെ, ഈ സാഹിത്യവേദിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മികച്ച
മറ്റേത് സാഹിത്യ സദസ്സിനെയും അപേക്ഷിച്ചുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയാണ് നമ്മുടെ കലയെ നമ്മുടെ കയ്യിലുള്ള സിദ്ധികളെ പ്രയോഗിക്കുന്നത്. ഇസ്ലാമിക ദഅവത്താണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മറ്റേത് കലാകാരനും വിചാരിക്കുന്നത് പോലെയല്ല നമ്മൾ സർഗാത്മകതയ്ക്ക് നൽകുന്ന അർത്ഥം. അതിന് വലിയ ഒരു വ്യാപ്തിയുണ്ട്. അപ്പൊ എന്താണ് സർഗാത്മകത എന്ന് കൂടി പറഞ്ഞു പോവണ്ടേ? എന്താണ് സർഗാത്മകമായ ഇടപെടൽ? സർഗാത്മകത എന്ന് പറയുന്നത്, ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, സർഗാത്മകത എന്ന് പറയുന്നത് അതൊരിക്കലും ആവർത്തനമല്ല, അതൊരു നൈരന്തര്യമാണ്. ആവർത്തനമല്ല, കോപ്പി പേസ്റ്റ് അല്ല, അതൊന്നിൻ്റെ തുടർച്ചയാണ്. സർഗാത്മകത എന്താണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കട്ടെ. ഒരു കുളം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുളം ഇങ്ങനെ വിരിഞ്ഞു വരുന്നുണ്ട്. ഒരു തെളിഞ്ഞ ജലാശയമുള്ള കുളം എന്ന് പറയുമ്പോൾ ഒരു തെളിഞ്ഞ ജലാശയമുള്ള ഒരു കുളം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിവർന്നു വരുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി അതിനെ വിശദീകരിക്കുകയാണ്. ഒരു നീല തടാകം, നിശ്ചലമായ ജലപ്പരപ്പ്, അതിൽ നിവർന്നു നിൽക്കുന്ന 1000 ഇലതലങ്ങൾ, അതിനിടയിൽ കുറേ താമരമൊട്ടുകൾ, അതിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെന്താമരപ്പൂവ്, ആ താമരപ്പൂവിൻ്റെ അറ്റത്ത് വന്നിരിക്കുന്ന ഒരു ചിത്രശലഭം. ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രശലഭത്തിൻ്റെ നിറം എന്താണ്, പൂമ്പാറ്റയുടെ നിറം എന്താണ്, ഞാനത് പറയണ്ട. ഞാൻ പറഞ്ഞ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു നിറം ആ ചിത്രശലഭത്തിന് നൽകിയിട്ടുണ്ട്. അത് കോപ്പി പേസ്റ്റ് ആണ്. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ കണ്ട ഒരു പൂമ്പാറ്റയുടെ നിറമാണ് അതിന് നൽകിയത്. പലരും പലതരം നിറങ്ങളായിരിക്കാം നൽകിയിട്ടുണ്ടാവുക. അത് മഞ്ഞയാവാം, ചുമപ്പാവാം, അത് നീലയാവാം, അങ്ങനെ ഏത് നിറവും ആവാം. ഇത് നിങ്ങൾ കണ്ട ഒരു നിറത്തെ ഇങ്ങനെ കോപ്പി ചെയ്തതാണേ. കണ്ട ഒരു നിറത്തെ നിങ്ങൾ ഇങ്ങോട്ട് കോപ്പി ചെയ്തതിനെ ഞാൻ സർഗാത്മകത എന്ന് പറയുന്നില്ല, അത് കോപ്പി പേസ്റ്റ് ആണേ. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ഒരു നിറം എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ചിത്രശലഭത്തിന് നൽകിക്കൂടാ? നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്ത മഞ്ഞ, ചുവപ്പ്, നീല, ഇങ്ങനെ സപ്തവർണ്ണങ്ങൾ പൂശിയ ഒരു ചിത്രശലഭത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഈ ചെന്താമരപ്പൂവിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ആ നിൽക്കുന്ന പൂമ്പാറ്റയിൽ നിങ്ങൾക്ക് പൂശാൻ കഴിയുന്നത്? അത് നിങ്ങളുടെ ഭാവനയുടെ അടിസ്ഥാനത്തിലാണ്. എപ്പോഴാണ് ഭാവന ഉണ്ടാവുന്നത്? അത് അറിവുകൂടി ചേരുമ്പോഴാണ്. അറിവില്ലാതെ മികച്ച ഭാവന ഉണ്ടാവില്ല കേട്ടോ. ഏറ്റവും മികച്ച ഭാവനയുള്ള ആളാണ് ഏറ്റവും നല്ല കലാകാരൻ, ഏറ്റവും നല്ല ഭാവനയുള്ള ആളാണ് ഏറ്റവും നല്ല കവി, ഏറ്റവും നല്ല ഭാവനയുള്ള ആളാണ് ഏറ്റവും നല്ല ഭരണാധികാരി, ഏറ്റവും നല്ല ഭാവനയുള്ളയാൾ ഏറ്റവും നല്ല അനുഭവമുള്ള ആളാണ്, ഏറ്റവും മികച്ച ഭാവനയുള്ളയാൾ ഏറ്റവും നല്ല അറിവുള്ള ഒരാളാണ്. അനുഭവത്തിൽ നിന്ന് വികസിക്കുന്ന അറിവാണ് ഏറ്റവും മികച്ച അറിവ് എന്നാണല്ലോ. ഞാൻ നേരത്തെ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ നിങ്ങളുടെ ഈ ക്യാൻവാസിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചെന്താമരപ്പൂവിനെ സങ്കല്പിക്കാൻ കഴിയുക? ചെന്താമരപ്പൂവ് ജീവിതത്തിൽ ഇന്നുവരെ കണ്ടില്ലെങ്കിലോ, ഒരു താമരപ്പൂവ് ഇതുവരെ കണ്ടില്ലെങ്കിലോ, കണ്ടാൽ നിങ്ങളുടെ അറിവ് പൂർണ്ണമാണോ? കണ്ടാൽ അറിവ് പൂർണ്ണമാവുമോ? ഇല്ല. കാണുന്നതിനേക്കാൾ പൂർണ്ണമായ ഒരു അറിവാണ് നിങ്ങളുടെ അനുഭവം, സ്പർശനാറിവ്. അപ്പോൾ കാണുക, തൊടുക, നിങ്ങൾ അതിൻ്റെ ഭാഗമാവുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു പൂവിനെ വരയ്ക്കാൻ കഴിയുക, ഒരു താമരപ്പൂവിനെ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയുക. ആ താമരപ്പൂവിൽ നിന്ന് നിങ്ങൾക്ക് സ്വർഗത്തിലുള്ള ഒരു താമരപ്പൂവിലേക്ക് നിങ്ങൾക്ക് സങ്കല്പത്തിൽ ഇങ്ങനെ യാത്ര പോവാൻ കഴിയില്ലേ? സ്വർഗത്തിൽ എന്തുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ ഉറുമാമ്പഴമുണ്ട്. സ്വർഗത്തിൽ ഉറുമാമ്പഴമുണ്ട് എന്ന് പറയാനുണ്ടായ കാരണം എന്താണെന്നറിയോ? സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവാൻ നമ്മുടെ ഭൂമിയിലെ നമ്മുടെ അനുഭവപ്പുറത്തുള്ള ഒന്നിനെ കൊണ്ടുവരില്ലാതെ ഒരു നിവൃത്തിയില്ല. ഹൂർലിങ്ങളുണ്ട് സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ ചില ഈ സൗന്ദര്യത്തിൻ്റെ ചില സങ്കല്പങ്ങളെ,
നമ്മളിവിടെ ഇങ്ങനെ കാണണം. അതിൽ നിന്ന് നമുക്ക് വികസിപ്പിക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നിടത്ത് മുഴുവനും നമ്മുടെ ഈ അനുഭവങ്ങൾ കൂടി ചേരുന്നതാണ്. അപ്പോഴേ നമുക്ക് സ്വർഗത്തെ സങ്കല്പിക്കാൻ പോലും കഴിയുള്ളൂ. ഈത്തപ്പഴം നല്ല മാതളക്കായ്കളും സ്വാദിഷ്ടമാം ഫലം വേറെയും ലഭ്യമായി ഉത്കൃഷ്ടരായുള്ള സുന്ദരീ മൗലിമാർ ഉദ്യാനഭൂമിയിൽ കൂട്ടായി നിന്നിടും തമ്പുകൾ തന്നിൽ വസിക്കും മതാങ്കിമാർ ഒട്ടുപേർ വേറെയുണ്ട് ഉദ്യാനഭൂമിയിൽ. അന്യരെ പ്രാപിച്ച ശുദ്ധരായി തീരാത്ത കന്യാജനങ്ങളാണിക്കൂട്ടരൊക്കെയും പച്ചവില്ലിസിനാൽ തീർത്തോരുമെത്തമേൽ സ്വൈരമായി ചാരിക്കിടക്കുന്നു ഹൂറിമാർ. നോക്കൂ, സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോന്നിനെയും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ വേഗം അവസാനിപ്പിക്കാം. പിന്നെ പുസ്തകം വരുന്നവരെയാണ് സംസാരിക്കാൻ പറഞ്ഞതിനോട്. അപ്പോൾ അതെങ്ങനെ അങ്ങോട്ട് എത്തുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ശരി, പിന്നെ പറഞ്ഞു വന്നത് സ്വർഗത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു തരണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഭൂമിയിലുള്ള നമ്മുടെ ഒരു അനുഭവം, ആ അനുഭവത്തിൻ്റെ പുറത്ത് നിന്ന് നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് പുനരാനയിക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് സ്വർഗം എന്താണെന്ന് ചെറിയ തോതിലെങ്കിലും മനസ്സിലായി കിട്ടുള്ളൂ. ഈ പറഞ്ഞതൊന്നും അല്ല കേട്ടോ, അല്ലേ? ഈ പറഞ്ഞത് എന്തെങ്കിലും ആണോ സ്വർഗം? അല്ല. സ്വർഗം എന്ത് എന്ന് നമ്മളോട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപമകളെ നോക്കൂ. പാലിനേക്കാൾ വെളുത്ത പുഴയുണ്ട് എന്നാ പറയുന്നത്. വെളുപ്പിൻ്റെ നമ്മുടെ മുമ്പിലുള്ള പാരമ്യമാണ് പാല്. അതുകൊണ്ട് പാലിനെ ഉപമയായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. തേനിനേക്കാൾ മധുരമുള്ള ആറുകൾ എന്ന് പറയുമ്പോൾ തേനാണ് നമ്മുടെ മധുരത്തിന്റെ പാരമ്യം, അത്രയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞു തരികയാണ്. ഇതിൻ്റെ അപ്പുറം അതാണോ സ്വർഗം? തേൻ കൊണ്ടുള്ള ആറാണോ സ്വർഗം? പാലുകൊണ്ടുള്ള പുഴയാണോ സ്വർഗം? നമുക്കറിയില്ല. അതുകൊണ്ട് ഭൂമിയിലിരിക്കുന്ന ഈ അനുഭവങ്ങൾ എല്ലാം ഉള്ള നമ്മളോട് ആ അനുഭവത്തിൻ്റെ പുറത്ത് നിന്ന് പിന്നെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്, എന്താണ് സർഗാത്മകത എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ അനുഭവപ്പുറത്ത് നിന്ന് നിങ്ങളുടെ അറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നിങ്ങൾ ഭാവനയിൽ അതിനേക്കാൾ മികച്ച മറ്റൊന്നിലേക്കുള്ള നിങ്ങളുടെ ഒരു പ്രയാണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. കാന്തപുരി ഉസ്താദ് ബാക്കിയാത്തിൽ ചെന്നിട്ട് ബാക്കിയാത്തിൽ ഈ കോളേജിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദ് തന്നെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയണത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ആ കുളക്കടവിലിരുന്ന് ആലോചിച്ചതാണ് ഇതുപോലൊന്ന് കേരളത്തിൽ വേണം എന്ന്. ഇത് കോപ്പി പേസ്റ്റ് ആണേ. ഇതുപോലൊന്ന് ബാക്കിയാത്തിലെ പോലെ ഒന്ന് കേരളത്തിൽ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നത് കോപ്പി പേസ്റ്റ് ആണ്. പറഞ്ഞല്ലോ ഞാൻ അല്ലേ, ആവർത്തനമാണ്. എന്നാൽ കാന്തപുരി ഉസ്താദ് ഇവിടെ കൊണ്ടുപോയിട്ട് സ്ഥാപിച്ചത് എന്താണ്? അതൊരു സർഗാത്മകമായ ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ അതല്ല, അതിൽ നിന്നും അത് വികസിപ്പിച്ചു. അപ്പൊ കാലം, സന്ദർഭം, സാഹചര്യം ഇതിനെയൊക്കെ മുൻനിർത്തി നമ്മൾ നടത്തുന്ന ഒരു ഇടപെടൽ കൂടിയാണ് സർഗാത്മകമായ ഇടപെടൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് സത്യത്തിൽ അത് ആവർത്തനമല്ല, അതൊരു നൈരന്തര്യമാണ്. ഇന്നലകളിൽ നിന്ന് നമ്മൾ തുടങ്ങി വച്ചതിൻ്റെ പിന്നെയും പിന്നെയും ഉള്ള വികാസമാണ്. ആ വികാസത്തിലേക്കാണ് നമ്മുടെ ആലോചനകൾ പോവേണ്ടത്. വിശേഷിച്ചും ഒരു സങ്കീർണമായ ഒരു കാലത്തൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സങ്കീർണമായ കാലം അല്ലേ, സങ്കീർണതകളുടെ സങ്കീർണത ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടി വരിക. അത്രയും സങ്കീർണമാണ് നമ്മുടെ മുമ്പിലുള്ള കാലം എന്നാ പറയാം. എന്താണ് ഈ സങ്കീർണമായ കാലം? നമ്മുടെ മുമ്പിലേക്ക് ഇരച്ചു വരുന്ന ഒരുപാട് ആലോചനകളുണ്ട്. അതൊന്ന് പെഹ്ലുഖാനാണ്, മുഹമ്മദ് അഖ്ലാഖാണ്, ബാബരി മസ്ജിദാണ്, ഇങ്ങനെ നമ്മുടെ അധികാര സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന കുറേ പേരാണ്. പിന്നെ അപ്പുറത്തേക്ക് പോയാൽ മ്യാൻമറാണ്, കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയാൽ ഇസ്രായേലാണ്. ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലെ സങ്കീർണത. സത്യത്തിൽ ഇതാണോ വിശ്വാസികളുടെ മുമ്പിലെ സങ്കീർണത? ഇതാണോ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള സങ്കീർണത? നമ്മൾ ജീവിതം ദുസ്സഹമാകുന്നു എന്ന് പറയുന്നത് അത് പ്രശ്നമല്ല എന്നല്ലട്ടോ ഞാൻ പറയണത്. ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ, വിശേഷിച്ചും പ്രബോധകൻ എന്ന അർത്ഥത്തിൽ, നിങ്ങൾ ദഅ്വ കോളേജുകളിൽ നിന്ന് പഠിച്ചു വരുന്ന പുതിയ കാലത്തെ ഇസ്ലാമിക പ്രബോധകർ എന്ന അർത്ഥത്തിൽ നിങ്ങൾ ഇതിനെയാണോ
സങ്കീർണത എന്ന് വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഇസ്ലാം എവിടെയെങ്കിലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നാമാവശേഷമാക്കപ്പെട്ട ചരിത്ര സന്ധികളെ നമുക്ക് ഈ ചരിത്രത്തിൻ്റെ ഇടനാഴികയിലേക്ക് ഇങ്ങനെ കടന്നു എന്നാൽ കാണാൻ കഴിയും. അപ്പോൾ അവിടെ നമുക്ക് അമവിയ ഖിലാഫത്തും അബ്ബാസിയ ഖിലാഫത്തും കാണാം, താർത്താരികളുടെ ആക്രമണം കാണാം. അങ്ങനെ ഇസ്ലാമിക സമൂഹത്തെ മുഴുവനും തുടച്ചു നീക്കപ്പെട്ട കാലം അറിയാം. യൂഫ്രട്ടീസും ടൈഗ്രീസും മനുഷ്യരെ കബന്ധങ്ങൾ കൊണ്ട് കുന്നുകൂടപ്പെട്ട ചരിത്ര സന്ധി നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിശേഷം തുടച്ചു നീക്കപ്പെട്ടിരുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് ഒരു കാലത്ത് നിന്ന് പിന്നെ എങ്ങനെയാണ് പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ പിന്നെയും തിടം വെച്ച് വളർന്ന് വികസിച്ച് വന്നത്? പിന്നെ എപ്പോഴാണ് ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടായത്? ഉസ്മാനിയ ഖിലാഫത്തിന് വേണ്ടി പ്രവർത്തിച്ച യോദ്ധാക്കൾ ഇവിടെ, സൈനിക ശക്തി ഏതാണ്? ഏത് സായുധ ശക്തി കൊണ്ടാണ് ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടായി വന്നത്? നോക്കൂ, കണ്ടോ? അപ്പൊ ഇത് ഒരു വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് അത്ര സങ്കീർണമായ പ്രശ്നമാണോ? പ്രശ്നമല്ല. ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ മുഖദ്ദിമയുടെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഇസ്ലാം എവിടെയൊക്കെ സമ്പന്നമാണ് അവിടെ മുഴുവനും മുസ്ലിങ്ങൾ ദരിദ്രരാണെന്നാണ്. എവിടെ മുസ്ലിങ്ങൾ സമ്പന്നമാണ് അവിടെ ഇസ്ലാം മെലിഞ്ഞിട്ടാണ്. എന്താണ് നമ്മുടെ മുമ്പിലുള്ള സങ്കീർണമായ പ്രശ്നം? വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള സങ്കീർണമായ പ്രശ്നം എന്താണ്? നമ്മൾ അധികാരത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആലോചനകൾ വിശ്വാസി സമൂഹത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പിഴച്ചു പോവരുത്, നമ്മൾക്ക് തെറ്റായി നമ്മൾ മനസ്സിലാക്കരുത് എന്ന് സന്ദർഭോചിതം സൂചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞു വരുന്നത് ഇഖ്വാനികളെ കുറിച്ചാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചാണ്, മൗദൂദികളെ കുറിച്ചാണ്. സംശയിക്കേണ്ട. ലോകത്ത് ഇന്ന് മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും അതിൻ്റെ കേന്ദ്രം ഇസ്ലാമിൻ്റെ പേരിൽ രൂപം കൊണ്ട അതിതീവ്രമായ ഈ ചിന്താഗതികളാണ്, ആശയങ്ങളാണ്. നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ മുഴുവനും കാണാൻ പറ്റുന്ന വളരെ വളരെ കൃത്യമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ലോകത്ത് മുസ്ലിമീങ്ങളെ ഭയപ്പെടാൻ തുടങ്ങിയത്, ഞാൻ ഭയം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇസ്ലാമോഫോബിയ എന്ന് ഇന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ഇസ്ലാം ഭീതി, മുസ്ലിങ്ങളോടുള്ള പേടി. ഈ മുസ്ലിം പേടി എങ്ങനെ ഉണ്ടായതാണ്? അതിൻ്റെ പിറകിൽ ഇസ്ലാം ഭീതി ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ പിറകിൽ പല പല രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ചില ആശയങ്ങളുമായി പ്രവർത്തന രംഗത്തേക്ക് വന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അതിൻ്റെ ആദിമരൂപം അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ സംഘാടനം ഇഖ്വാൻ പോലുള്ള ഈ ആശയങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ISIS, അൽ ഖായിദ, ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തൊയ്ബ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എണ്ണുന്ന ഈ അതിതീവ്ര സംഘടനകൾ, ഈ സംഘടനകളാണ് ഇസ്ലാം ഭീതിയുടെയും യഥാർത്ഥ ഉൽപാദകർ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ രാഷ്ട്രത്തെ മുൻനിർത്തി, അധികാരത്തെ മുൻനിർത്തി ഇസ്ലാമിന്, അപ്പം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം എന്ത് എന്നതിനെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം അതല്ല ഈ പൊളിറ്റിക്കൽ ഇസ്ലാം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമല്ല രാഷ്ട്രീയ ഇസ്ലാം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമുണ്ട്. ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വിശേഷം അത് ദേശരാഷ്ട്ര അതിരുകൾക്കകത്ത് ഒതുങ്ങുന്നതല്ല. അതിന് ഒരു ദേശരാഷ്ട്രം എന്ന ഒരു സങ്കുചിതമായ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന കാഴ്ചപ്പാട് പോലും. ഇത് അധികാരം നേടുന്നതിന് വേണ്ടി ഒരു കാര്യം ഓർത്തു വെച്ചാൽ മതി, ലോകത്തുള്ള ഏത് അധികാരം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഏത് തരത്തിലുള്ള സംഘടിത സംവിധാനങ്ങളുണ്ടോ, അത് ആരാവട്ടെ, ഫാഷിസം ആവട്ടെ, അത് നാഷിസം ആവട്ടെ, ഇനി കമ്മ്യൂണിസം ആവട്ടെ, ലോകത്ത് നടന്ന ഏത് വിപ്ലവങ്ങളുടെയും ഹിറ്റ്ലർക്ക് ഒരു പ്രഖ്യാപിത ശത്രു ഉണ്ടായിരുന്നു, നമുക്കറിയാം, ജൂതരാണ്. അപ്പോൾ ഹിറ്റ്ലറുടെ പ്രഖ്യാപിത ശത്രുവായ ജൂതനെ ചൂണ്ടിയിട്ട് മാത്രമേ ഹിറ്റ്ലറുടെ ഒരു ദേശീയത എന്ന ഒരാശയത്തെ മുൻനിർത്തി പ്രവർത്തിക്കാൻ കഴിയൂ, ഈ അധികാരത്തെ ലക്ഷ്യം വെക്കാൻ കഴിയുള്ളൂ. ഇത് തന്നെയാണ് എവിടെ വന്നാലും. കമ്മ്യൂണിസത്തിന് മുതലാളിത്വം എന്ന് പറയുന്ന ഒരു പ്രഖ്യാപിത ശത്രുവുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിന് നോക്കൂ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്, രാഷ്ട്രീയ ഇസ്ലാമിന് ശക്തി പ്രാപിക്കണമെങ്കിൽ ഒരു പ്രഖ്യാപിത ശത്രു വേണം. ആ പ്രഖ്യാപിത ശത്രുവിനെ പലതരത്തിൽ പ്രതിഷ്ഠിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അതെങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണേ. അപ്പം നമുക്ക് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അറിയാതെ ഹമാസിനെ പിന്തുണച്ചു പോകും. ഹമാസ് ഒരു ഇഖ്വാനി സംഘടനയാണ്. ഹമാസിനോടുള്ള നമ്മുടെ ഈ അനുഭാവം ഇസ്രായേലിനോടുള്ള വിരോധത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്നതാണ്. സൂക്ഷിക്കണം. ഇസ്രായേലിനോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായി നമുക്ക് ഹമാസ് സ്വീകാര്യമാവുന്നുവെങ്കിൽ അറിയാതെ, ഇതാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഇടപെടുന്ന ഒരു രീതി.
നമുക്കൊരു പ്രഖ്യാപിത ശത്രുവിനെ തരാൻ കഴിയും. അതിൽ ഇന്ത്യയുടെ വലതുപക്ഷ രാഷ്ട്രീയത്തെ പ്രഖ്യാപിത ശത്രുവാക്കി വെച്ചാൽ, വലതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് ഇവിടെ അധികാരത്തിലേറിയത്? ഇവിടെ മുസ്ലിം എന്ന ഒരു പ്രഖ്യാപിത ശത്രു ഉണ്ടാകുമ്പോഴാണ്. ബാബരി മസ്ജിദ് എന്ന ഒരു നിർമ്മിതിയെ അത് ഉണ്ടാക്കേണ്ടതുണ്ട്. ക്ഷേത്രം പൊളിച്ചുണ്ടാക്കുമ്പോഴാണ്, അപ്പോഴേ ഇതിന് അധികാരത്തിലേറാൻ കഴിയൂ. പൊളിറ്റിക്കൽ ഇസ്ലാമിനും ഒരു പ്രഖ്യാപിത ശത്രു വേണം. ആ പ്രഖ്യാപിത ശത്രുവിനെ പ്രതിഷ്ഠിക്കുന്നിടത്ത് വെച്ചാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വിജയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പലസ്തീനിലേക്ക് തന്നെ വരാം. പലസ്തീനിൽ 1980-കൾക്ക് മുൻപ് പലസ്തീൻ ഒരു സമ്പൂർണ്ണ സുന്നി രാഷ്ട്രമായിരുന്നു. സുന്നി രാഷ്ട്രമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് പലസ്തീനിൽ കാണാൻ കഴിയുക, ഷിയ സ്വാധീനമില്ലാത്ത പലസ്തീനിൽ സ്വാധീനമില്ലാത്ത പലസ്തീനിൽ ഇന്ന് പലസ്തീനിലെ ഉമ്മമാർ അവർ ഗർഭം ധരിക്കുമ്പോൾ അവര് മനസ്സിലെങ്കിലും വിചാരിക്കുന്നത് ഹമാസിന് വേണ്ടി അല്ല, ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി എന്ന് വിചാരിക്കുന്നു. ഹിസ്ബുള്ള ഒരു ഷിയ സംഘടനയാണ്. ഷിയ സംവിധാനത്തിന് എങ്ങനെയാണ് പലസ്തീനിൽ വേരോട്ടമുണ്ടായത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഇസ്രായേൽ പലസ്തീനിൽ വർഷിക്കുന്ന ഈ ബോംബ് വർഷത്തിൻ്റെ തീച്ചൂട് കൊണ്ട് പുറം പൊള്ളിയപ്പോൾ അകത്തുള്ള ആശയം അവർ മറന്നുപോയി. അതുവരെയും ഷീസത്തെ അതിശക്തമായി പ്രതിരോധിച്ചിരുന്ന പലസ്തീനിൽ നിന്ന് ഷിയ അനുകൂലമായ ഒരു പൊളിറ്റിക്സ് അവിടെ രൂപം കൊള്ളുന്നത് ഇങ്ങനെയാണ്. ഞാൻ നേരെ ഇങ്ങോട്ട് വരികയാണ്. ഹമാസിന് വേണ്ടി വാദിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഇവിടെയും ഉണ്ട്. അവര് ഈ സന്ദർഭത്തെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണ്. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇഖ്വാൻ അല്ലെങ്കിൽ ഇവിടെയുള്ള മൗദൂദിസം ഏറ്റവും അപകടകരമായ ഒരു രാഷ്ട്രീയമാണ്. ഇസ്ലാമിന് നമുക്ക് ഏതെങ്കിലും കാലത്ത് പ്രഖ്യാപിതമായ ശത്രുക്കളെ കാണാൻ കഴിയില്ല. ഞാനിവിടെ ഉസ്താദുമാരുള്ള ധൈര്യത്തിലാട്ടോ സംസാരിക്കുന്നത്, തിരുത്തും എന്ന് വിചാരിച്ചിട്ട് തന്നെ. ഇസ്ലാമിന് പ്രഖ്യാപിതമായ ഒരു ശത്രു ഉണ്ടാവുന്നില്ല. അബൂജഹലിനെ ചൂണ്ടിയിട്ടല്ല മക്കയിലോ മദീനയിലോ ഇസ്ലാം ശക്തി പ്രാപിക്കുന്നത്. മക്കയിലെ കുഫാറുകളെ നിശേഷം തകർക്കണം എന്ന ആഹ്വാനത്തിലൂടെയല്ല ഇസ്ലാം ശക്തി പ്രാപിക്കുന്നത്. നോക്കൂട്ടോ, അബുൽ മൗദൂദിയുടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ആശയത്തിന്റെ പ്രഖ്യാപിത ശത്രു ആരാണ്? മതേതരത്വമാണ്, ജനാധിപത്യമാണ്. മതേതരത്വവും ജനാധിപത്യവും അത്ര തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ വൈകാരികമായി ഏശില്ല എന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടപ്പോൾ അതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടായി വരും. അല്ലെങ്കിൽ അതിന് ആ സാഹചര്യം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി സിമി അവർ വിളിക്കുന്ന മുദ്രാവാക്യം മതേതരത്വം തകർക്കുക, ജനാധിപത്യം തകർക്കുക, ഇസ്ലാമിക ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്നതാണ്. ഒരു മതേതര രാജ്യത്തിനകത്ത് ഇത് ഏറ്റവും അപകടകരമായ ഒരു മുദ്രാവാക്യമാണ്. ഇത് ഇസ്ലാമിന്റെ മുദ്രാവാക്യം അല്ല. ഇവിടെ ഈ ഒരു സിമി ഉപയോഗിക്കുന്നത് അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം നിങ്ങൾ പരിശോധിക്കുക. ആ അന്തരീക്ഷത്തിൽ നിന്ന് ഇന്ന് ഞാനിപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ വളരെ എളുപ്പം ഈ ശത്രുവിനെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതിനെ ചൂണ്ടി ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടകളെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്ന മൗദൂദി സിദ്ധാന്തം വളരെ ആസൂത്രിതമായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം ഓരോ വ്യക്തിയെയും ശുദ്ധീകരിക്കുക എന്നതാണ്. അത് അബൂജഹലിനെ ചൂണ്ടിയിട്ടോ അല്ലെങ്കിൽ മക്കയിലെ ഏതെങ്കിലും പ്രതാപശാലികളായ ഇസ്ലാമിന്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും നിരയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് എതിരെ നിന്നിരുന്ന ഏതെങ്കിലും ഒരു സംവിധാനത്തെ ചൂണ്ടിയിട്ടോ അല്ല. ഓരോ വിശ്വാസിയെയും ഓരോ വ്യക്തിയെയും സമൂലം പരിവർത്തിപ്പിക്കാൻ ഉതകുന്ന ഏറ്റവും മനോഹരമായ ഒരാശയം ഓരോരുത്തരുടെയും അകത്തളങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ടാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ വിഖ്യാതമായ പ്രാർത്ഥന നിങ്ങളുടെ ഓർമ്മയിൽ വരണം. രണ്ടാലൊരു ഉമർ, അതിലൊരു ഉമറാണ്. ആ ഒരു ഉമറിനെ, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫയായി തുല്യതയില്ലാത്ത ലോകം മുഴുവനും ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന അത്യപൂർവം പ്രതിഭകളിൽ ഒരാളായ ഒരു മഹോന്നതനായ ഭരണാധികാരിയായി പരിവർത്തിപ്പിച്ചത് എങ്ങനെയാണ്? ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതാണ് ഇസ്ലാം. ഇസ്ലാം ഇങ്ങനെയാണ് വിപ്ലവം ഉണ്ടാക്കുന്നത്. ഇസ്ലാം ഒരു വിപ്ലവ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിച്ചു പോകരുത്.
വിപ്ലവത്തിന് മുഴുവനും കോമ്പല്ലുണ്ട്, വിപ്ലവത്തിന് മുഴുവനും തേറ്റകളുണ്ട്, വിപ്ലവത്തിന് മുഴുവനും ഇങ്ങനെ ഒരു ഹിംസാത്മകതയുണ്ട്. വിപ്ലവം ചോര വേണം, വിപ്ലവം ആളുകളെ കൊന്നൊടുക്കണം, വിപ്ലവം ഒരുപാട് അനാഥകളെ സൃഷ്ടിക്കണം, വിപ്ലവം ഒരുപാട് വിധവകളെ സൃഷ്ടിക്കണം. ഇപ്പോഴാണ് ഒരു വിപ്ലവം ഉണ്ടാകുന്നത്. അട്ടിമറി ഉണ്ടാവണം, അസ്ഥിരത ഉണ്ടാവണം, ഭരണകൂട അസ്ഥിരത ഉണ്ടാവണം, ജനങ്ങൾക്കിടയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവണം. ഇവിടെയാണ് എല്ലാ വിപ്ലവങ്ങളും. ഇസ്ലാമിൻ്റെ വിപ്ലവം എങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ വിപ്ലവത്തിൻ്റെ അടിത്തറ ആത്മീയതയാണ്. ഞാനിതിങ്ങനെ പറയാൻ കാരണം നിങ്ങളുടെ മുമ്പിൽ ഇതൊന്നും പറയേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ഏറ്റവും മനോഹരമായി മതത്തെ വായിച്ചവരാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ, ഞാൻ ഫലസ്തീൻ പറഞ്ഞതുപോലെ, പ്രത്യക്ഷത്തിലുള്ള ഈ പുറംപൊള്ളലുകൾ അകത്തുള്ളത് മറന്നു പോവാനുള്ള കാരണമാകും. അതിനെക്കുറിച്ച് ജാഗ്രതപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകെ തുക. അതുകൊണ്ട് ഒരു ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കേണ്ടേ എന്ന ചോദ്യമാണ് നിരന്തരം. ഇന്ന് എനിക്ക് ഡൽഹി ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇതേപോലെ SIOക്കാർ എങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണ്ടേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഒക്കെ എന്തായിരുന്നു ചെയ്തിരുന്നത്? അവർ നേർച്ചയായിരുന്നോ നടത്തിയിരുന്നത്? അവർ ആണ്ട് നേർച്ച നടത്തുന്ന കമ്മിറ്റി ആയിരുന്നോ? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോഴും ഇതുമായി, ഈ ആശയവുമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഘം. അപ്പോൾ അങ്ങനെ വരുന്നവരെ സംബന്ധിച്ച് അതിനെതിരായി നിൽക്കുന്നവരെ മുഴുവനും കേട്ടാലറയ്ക്കുന്ന തെറിവാക്കുകൾ കൊണ്ട് അധിക്ഷേപം ചെയ്യേണ്ടതുണ്ട്. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ ഉസ്താദുമാരും ഉണ്ട്. അതിനവർ പ്രയോഗിക്കുന്ന വാക്യതാണ് എന്ന് ചോദിച്ചാൽ കൊട്ടാരം പണ്ഡിതന്മാരാണ്, സുഖിയന്മാരാണ്. ഇവർ മതത്തെ വിറ്റ് ഇങ്ങനെ മതത്തെ ഉപജീവിച്ച് ഇങ്ങനെ കാലം കഴിക്കുന്നവരാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ, വേണമെങ്കിൽ കാവ്യ മൗലാനയാണ് എന്നൊക്കെ വിളിക്കും. ഈ അധിക്ഷേപം ഒന്നും പുതിയതല്ല കേട്ടോ. ഇതൊന്നും പുതിയതല്ല. ഇത് കുറച്ചുകൂടി പുറകോട്ടേക്ക് നിങ്ങൾ പോയാൽ, ഈ സന്ദർഭമൊക്കെ വരുന്നതിൻ്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ വായിക്കാൻ കഴിയും. അലി ശരീഅത്തി എന്ന് പറയുന്ന ഇറാനിയൻ ഷിയ ബുദ്ധിജീവിയുടെ രക്തസാക്ഷി എന്ന് തുടങ്ങി ഇങ്ങനെ കുറേ മലയാളത്തിൽ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചത് ആരറിയോ? ഇതൊന്നും പ്രചരിപ്പിച്ചത് മലയാളത്തിലുള്ള ഷിയ സംഘടനകളല്ല. ഇതൊക്കെ പ്രചരിപ്പിച്ചത് ഞാൻ നേരത്തെ പ്രതിപാദിക്കപ്പെട്ട മൗദൂദി സംഘടനകളാണ്, സിമിയാണ്, ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരാണിത് വിവർത്തനം ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ന് നമ്മുടെ ഉസ്താദുമാർക്ക് നേരെ പ്രയോഗിച്ച എല്ലാ വാക്കുകളും അതിനേക്കാൾ അറപ്പുളവാക്കുന്ന വാക്കുകൾ ഞാനതിവിടെ പ്രയോഗിക്കുന്നില്ല. ഉദാഹരണത്തിന് വേണ്ടി പറയാം. മുആവിയ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്വഹാബിവര്യന്മാരെ പ്രയോഗിക്കുന്ന വാക്ക് തന്നെ ഇതാണ്: രക്തസാക്ഷികളെ വധിച്ചവർ, മതത്തെ വിറ്റവർ, ഇങ്ങനെ ഇസ്ലാമിനെ നശിപ്പിച്ചവർ. ഈ വാക്കൊക്കെ ആർക്ക് നേരെ ഉപയോഗിക്കുന്നതെന്ന് അറിയോ? ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന് നേരെയാണ്, മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് നേരെയാണ്. മലയാളത്തിൽ എഴുതിയതാണ് ഈ പുസ്തകങ്ങളൊക്കെ. ഇപ്പോഴും മലയാളത്തിൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാണ്. ഈ പുസ്തകത്തിൽ എഴുതിയ ഇതേ വാക്ക് എന്തുകൊണ്ടെന്നറിയോ? കാരണം ഇത്ര മാത്രമേ ഉള്ളൂ: ഒരു ഭരണകൂടത്തെ സ്ഥാപിക്കുകയാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്ന ഇവരുടെ വളരെ പ്രതിലോമപരമായ ഈ ആശയത്തിന് എതിര് നിൽക്കുന്നവരാണ് ഇവർ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വാചാലമായി സംസാരിക്കുകയും, എന്നാൽ നമുക്കറിയാം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ തൊട്ടു മുമ്പ് അവിടെ ഭരണം നടത്തിയിരുന്ന മർവാൻ, അദ്ദേഹം ഇസ്ലാമിക ഖിലാഫത്ത് അനുസരിച്ച് ഭരണം നടത്തിയിരുന്ന ഒരു ഭരണാധികാരി അല്ലല്ലോ. എന്നിട്ടും ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ ഭരണാധികാരിയുടെ കീഴിലെ ഒരു വെറും ജീവനക്കാരനായി, ആ ഭരണാധികാരിയെ സഹായിക്കുന്ന ഒരാളായിട്ട് അവിടെ കഴിഞ്ഞുകൂടിയ ഒരു സന്ദർഭം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് കഴിഞ്ഞ് അധികാരം തൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് ഭയന്ന് രംഗം വിട്ട ആളാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്നാൽ അധികാരം തൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ ഇവിടെ അട്ടിമറിയിലൂടെ എന്തുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഈ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ആലോചിച്ചില്ല? അതിനുള്ള ഒരു ശ്രമം നടത്തിയില്ല? തൻ്റെ കയ്യിലേക്ക് അധികാരം വന്നു ചേരുമോ എന്ന് ഭയന്ന് രംഗം വിടാൻ ശ്രമിച്ച ആളുടെ പേര് കൂടിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ഭരണാധികാരി എന്ന പേരിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മാറുന്നതാണ്. അധികാരത്തിലെത്തിയതിനു ശേഷം ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബി വര്യന്മാരുടെ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഖലീഫമാരുടെ അവരുടെ ഭരണത്തെക്കുറിച്ച്
ഭരണത്തെക്കുറിച്ച്, അവരുടെ സാമൂഹ്യ ഇടപെടലിനെ കുറിച്ച്, രാഷ്ട്രീയമായ കാഴ്ചപ്പാടിനെ കുറിച്ച് സവിസ്തരം പഠിക്കുകയും അതനുസരിച്ചുള്ള ഭരണം നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് തീർച്ചയായും നമുക്കുള്ള എല്ലാ പാഠവും ആ കാലത്ത് തന്നെ ഉണ്ട്. കാലത്ത് മക്കയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന് മദീനയും കഴിഞ്ഞ് പിന്നീട് ഇസ്ലാമിക ഖിലാഫത്ത് 4 ഖുലഫാഉർ റാഷിദുകളുടെ കാലം, അതും കഴിഞ്ഞ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വരുന്നത് വരെയുള്ള ഒരു സന്ദർഭത്തെ മാത്രം എടുത്താൽ നമുക്കുള്ള എല്ലാ പാഠവും അതിനകത്തുണ്ട് എന്ന് ചരിത്രത്തിൽ നിന്ന് മാത്രമായി നമുക്ക് ധാരാളം പഠിക്കാനുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തി, അതേസമയം നമ്മൾ അനുഭവിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല. നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇപ്പം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഒന്ന്, മതത്തെ, വിശ്വാസികളെ, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ അജണ്ടകളുമായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ 100 വർഷം ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ വളരെ വളരെ വിശദമായി തന്നെ നമ്മുടെ ചരിത്രത്തെക്കുറിച്ചും നമ്മുടെ ഭാവിയിലുള്ള നമ്മുടെ മുന്നേറ്റം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും ഒക്കെ ഗൗരവതരമാർന്ന ആലോചനകളിലൂടെ കടന്നു പോവേണ്ടതുണ്ട്. അതിനേക്കാൾ നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട മറ്റ് ഒരു കാര്യം അതെന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസികൾക്കിടയിൽ നിന്ന് വിശ്വാസത്തെക്കുറിച്ചുള്ള അഭിമാനബോധം നഷ്ടപ്പെടുകയും അവരുടെ ഉള്ളിൽ മതത്തെക്കുറിച്ചുള്ള ഒരു അപകർഷകത്വം കുമിഞ്ഞുകൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു ഒരു 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 ദുരന്തമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം AP അഹമ്മദിൻ്റെ ഒരു പ്രഭാഷണം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹം എന്തോ പറയട്ടെ, പക്ഷെ അദ്ദേഹം പറഞ്ഞു വന്ന ആ സന്ദർഭത്തെ മുൻനിർത്തിയിട്ട് നമ്മൾ ആലോചിച്ചാൽ, കഴിഞ്ഞ വിദ്യാഭ്യാസം ലഭിച്ച തലമുറ, അവരിൽ നിന്ന് രൂപം കൊണ്ടുവന്ന മാതാപിതാക്കളുടെ അവരുടെ സന്തതികൾ അവരാണ് ഇന്ന് ഈ പശ്ചാത്തലമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ നാളെ ഇന്ന് വിദ്യാഭ്യാസം ലഭിച്ചവർ നാളെ നമ്മുടെ സമൂഹത്തിൽ അതിൻ്റെ പ്രധാനമായ റോളുകൾ നിർവഹിക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. പ്രാദേശിക ഘടകങ്ങളിൽ, പ്രാദേശിക തലങ്ങളിൽ നമ്മുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആലോചിക്കേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന് നിങ്ങളാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഈ ചോദ്യത്തിൻ്റെ മുഴുവനും ഉത്തരം കണ്ടെത്തേണ്ടത് ആരാണ്? നിങ്ങളാണ് പുതിയ തലമുറയോട് സംവദിക്കാനുള്ള ഭാഷ സ്വായത്തമാക്കിയവർ അല്ലെങ്കിൽ സ്വായത്തമാക്കേണ്ടവർ. പഴയ തലമുറയെ സംബന്ധിച്ച് അവരും പുതിയ തലമുറയും തമ്മിൽ വലിയ വലിയ അന്തരമുണ്ട്. ഞാനൊരു തമാശയ്ക്ക് വേണ്ടി പറയാം. തന്ത വൈബ് എന്നാണല്ലോ ഇപ്പോൾ വിളിക്കാറുള്ളത്, മനസ്സിലായല്ലോ അല്ലേ? ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഈ പാവം ഇപ്പം ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുന്ന ആളുകളൊക്കെ വിചാരിക്കുന്നത് വൈബ് മനസ്സിലായിട്ടുണ്ട്, പേരെക്കുറെ നല്ല വൈബാണെന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നു. അപ്പോൾ തന്ത വൈബാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു 1.5 വൈബാണെന്ന് മനസ്സിലാവുക. പക്ഷെ അതിൻ്റെ അർത്ഥം നിഷേധപരമാണ്, അല്ലേ? അതിൻ്റെ അർത്ഥം നിഷേധപരമാണ്. ഒരു ഉപദേശവും സഹിക്കാൻ കഴിയാത്ത ഒരു തലമുറ, അവരുപയോഗിക്കുന്ന വാക്ക് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എങ്ങനെയാണ് ഈ പഴയ തലമുറയ്ക്ക് എന്ന് പറഞ്ഞാൽ, പള്ളി മെമ്പറുകളിൽ നിൽക്കുന്ന നമ്മുടെ ഉസ്താദുമാർക്ക് നേരത്തെ അവരെ ബഹുമാനിച്ചിരുന്നു, അവരെ ഇങ്ങനെ ഭവ്യതയോടുകൂടി നിന്നിരുന്നു, എന്നിട്ട് പറഞ്ഞോളൂ എന്ന രീതിയിൽ നിന്നിരുന്നു. അപ്പം അങ്ങനെയല്ലല്ലോ. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇവരുമായി സംവദിക്കേണ്ടത് എന്നത് നമ്മൾ വളരെ വിശാലമായി തന്നെ, വളരെ ആഴത്തിൽ തന്നെ ഗവേഷണം നടത്തേണ്ടതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ സംസാരത്തിൽ എന്തെങ്കിലും അപമര്യാദയായിട്ട് സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വിശേഷിച്ചും ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്, ഇങ്ങനെ സംസാരിക്കുന്നതിൽ വലിയ പേടിയുണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ഉണർത്തി വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.